നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ആലക്കോട് നടുവിലിൽ കുളത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകം. നടുവിൽ പടിഞ്ഞാറെ കവലയിലെ വി പ്രജിലിന്റെ മരണമാണ് പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് തെളിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് നടുവിൽ പോത്തുകണ്ട റോഡിലെ അബ്ദുൾ അസീസിന്റെ മകൻ വയലിനകത്ത് മിഥിലാജിനെ കുടിയാൻമല ഇൻസ്പെക്ടർ MN ബിജോയ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് കേസിൽ മാസങ്ങൾക്ക് മുമ്പ് എക്സൈസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 25-നാണ് നടുവിൽ കോട്ടമലയിലേക്കുള്ള റോഡരികിൽ പ്രജിലിന്റെ ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് നടുവിൽ ടൗണിനടുത്തുള്ള എരോഡിയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കൂട്ടുപ്രതിയായ നടുവിൽ കിഴക്കേ കവലയിലെ ഷാക്കിർ ഒളിവിലാണ്. രാത്രിയിൽ കുളത്തിനടുത്ത് വെച്ച് മരിച്ച പ്രജുലും പ്രതികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്നുണ്ടായ മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രജുലിനെ കുളത്തിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ മർദ്ദനമേറ്റതായിട്ടുള്ള പാടുകൾ കണ്ടെത്തിയിരുന്നു. പ്രജുലിനെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വി നാരായണൻ സരോജിനി ദമ്പതികളുടെ മകനാണ് പ്രജുൽ. രജിലാണ് സഹോദരൻ. മരണം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് BJPയും ആവശ്യപ്പെട്ടിരുന്നു. നടുവിൽ പ്രദേശത്ത് മയക്കുമരുന്ന് സംഘങ്ങൾ സജീവമാണ്. ഇവർക്കെതിരെ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. പ്രജുലിന്റെ കൊലപാതകത്തിൽ ഒളിവിൽ പോയ കൂട്ടുപ്രതി ഷാക്കിറിനായും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മൊബൈൽ ഫോണിലൂടെ രാത്രി വിളിച്ചു വരുത്തിയാണ് പ്രതികൾ പ്രജുലിനെ മർദ്ദിച്ച് അവശനാക്കി കുളത്തിൽ തള്ളിയിട്ട് കൊന്നത്. മിഥിലാജിനെ നേരത്തെ കഞ്ചാവ് കേസിൽ പിടികൂടിയിരുന്നു. തന്റെ കഞ്ചാവ് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരം പോലീസിന് നൽകിയത് സുഹൃത്തായ പ്രജുലാണെന്ന സംശയത്തെ തുടർന്നാണ് സൗഹൃദഭാവത്തിൽ വിളിച്ചു വരുത്തി കൊല ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം.